ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സ് കൊണ്ട് എങ്ങനെ ഒരു ഹോട്ട് സലാഡ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൂടി കാണുന്നത്. അതിനായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള കുറച്ച് സ്റ്റാർ ഫ്രൂട്ട്സ് ഞാൻ പറിച്ചെടുക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ള മരത്തിൽ നിന്ന് തന്നെയാണ് ഇത് പറിച്ചെടുക്കുന്നത്. എനിക്കിവിടെ 2-3 മരങ്ങളുണ്ട്. ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട്സാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് പഴുത്ത് തുടങ്ങിയ സ്റ്റാർ ഫ്രൂട്ട്സാണ് ആവശ്യം. ഞാനിവിടെ കുറച്ച് പഴുത്തതുകൊണ്ട്, പഴുത്ത് തുടങ്ങിയതുകൊണ്ട്, പഴുക്കാറായതുകൊണ്ട്. അപ്പോൾ ഇത് 3 കൂടി പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് 3 കൂടെ ഉണ്ട്. അതിൽ പഴുക്കാറായതാണ് ഇതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക. ഏതൊരു ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും നല്ലപോലെ വാഷ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ഇതേപോലെ വാഷ് ബേസിനിൽ സിങ്കിൽ നല്ലപോലെ കാണിച്ച് ഇത് കഴുകി എടുക്കുകയാണ്. ഇതുപോലെ നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ തലയും വാലും കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള വരിമ്പ് കട്ട് ചെയ്ത് കളയുക. ഞങ്ങളുടെ ഈ സ്ഥലത്ത് വരിമ്പെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറയണമെന്ന് എനിക്കറിയില്ല. ഈ വരിമ്പെന്ന് പറയുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു മാതിരിയില്ല, ചകിരി കഴിക്കുന്ന മാതിരി ആയിരിക്കും. കുറച്ച് കട്ടിയുള്ള ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും തലയും പാലും കട്ട് ചെയ്ത് കളയുക. ഇതേപോലെ വരുമ്പും കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക. അതായത് മധ്യഭാഗത്ത് ഇതിന് പൂഞ്ച് എന്ന് പറയുന്ന സോഫ്റ്റായിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതേപോലെ ഇതിനകത്ത് ധാരാളം സീഡുകളും ഉണ്ടാകും. അപ്പോൾ ഈ പൂഞ്ച് നമുക്ക് ഒഴിവാക്കണം, സീഡുകളും ഒഴിവാക്കണം. അതിനുവേണ്ടിയാണ് ഇതേപോലെ നീളത്തിന് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ പൂഞ്ച് എളുപ്പത്തിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതേപോലെ തന്നെ സീഡും ഒഴിവാക്കാൻ പറ്റും. അതിനുശേഷം ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് ഇതേമാതിരി കട്ട് ചെയ്ത് പൂഞ്ചും കളഞ്ഞ് സീഡുകളും കളഞ്ഞ് പ്ലേറ്റിലേക്ക് വെക്കുക. ഇതിനായിട്ട് നിങ്ങൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുക. ധാരാളം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട്സാണ് സ്റ്റാർ ഫ്രൂട്ട്സ്. പക്ഷേ കിഡ്നിയുടെ രോഗികൾ മാത്രം ഈ ഫ്രൂട്ട്സ് കഴിക്കരുത്. ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്.
അത് കിഡ്നി രോഗികൾക്ക് വളരെയേറെ ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നതും ഈ ഫ്രൂട്ട്സ് ഒഴിവാക്കുക. മറ്റ് എല്ലാവർക്കും ഈ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ്. ദിവസവും ഒരു ഫ്രൂട്ട്സെങ്കിലും വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മുടിയുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ല ഒരു ഫ്രൂട്ട്സാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്സ്. ഇപ്പോൾ നഴ്സറികളിലെല്ലാം വളരെ വില കുറച്ച് ഇതിൻ്റെ തൈകൾ ലഭിക്കുന്നതാണ്. 6 മാസം ആകുമ്പോൾ തന്നെ ഇത് കായ്കൾ ഇതിൽ പിടിച്ചു തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതിന് ഈ സലാഡിന് വേണ്ടത് നമ്മുടെ ചുവന്ന മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല നിറവും കിട്ടും, എരിവും കുറവായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് മുളക് പൊടി മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇതിനായിട്ട് എടുക്കുക. അതെടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടി വിതറുക. അപ്പോൾ മുളക് പൊടി, ഉപ്പ് പൊടി ഇത് രണ്ടും കൂടി ഈ ഫ്രൂട്ട്സുമായിട്ട് നല്ലപോലെ സ്പൂണ് കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ പോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലതുപോലെ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി ജോയിൻ്റ് ആവുന്നതാണ്. ഇങ്ങനെ ചെയ്ത ഉടനെ നമുക്ക് ഉപയോഗിക്കാം. അതിനേക്കാളും കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാ വീടുകളിലും ഈ സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ടാവും. സ്റ്റാർ ഫ്രൂട്ട്സ് ധാരാളം ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. വർഷത്തിൽ എല്ലാ പ്രാവശ്യവും നല്ലതുപോലെ ഇതിൽ കായകൾ പിടിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അത് പാകമായും കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.